ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേതാജിയുടെ 128ാമത് ജന്മവാർഷിക ദിനമായ പരാക്രം ദിവസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനുവരി 26-ന് 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥിൽ ശക്തിപ്രകടനത്തിന് സജ്ജമായി ഇന്ത്യൻ സൈന്യം. സായുധ സേന, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, NCC എന്നിവയുടെ മാർച്ചിംഗ് സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും. ജനുവരി 26-ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമായിരിക്കും പരേഡ് ആരംഭിക്കുക. കർത്തവ്യപഥിൽ നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000 വിശിഷ്ട അതിഥികളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ നിന്ന് 150ഓളം പേർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി ഉൾപ്പെടെയുള്ള എല്ലാ വിമാനത്താവളങ്ങളിലും വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചതായി സിയാൽ അറിയിച്ചു. ഈ സാഹചര്യം കണക്കിലെടുത്ത് യാത്രക്കാർ വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചേരണമെന്നും നിർദ്ദേശമുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകി. കേരളത്തെ വ്യവസായ നിക്ഷേപ സൌഹൃദമാക്കി മാറ്റിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ബജറ്റ് അവതരണത്തിനായി അടുത്ത മാസം 7-ന് ചേരും. എന്തു പ്രഖ്യാപിച്ചാലും നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കേരളമെന്ന് നന്ദിപ്രമേയത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനമുന്നയിച്ചു. കോവിഡ് കാലത്ത് കൂടിയ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിയെന്ന CAG റിപ്പോർട്ട് തള്ളിയ ആരോഗ്യമന്ത്രി വീണ ജോർജ്. PPE കിറ്റിനടക്കം ദൌർലഭ്യം നേരിട്ടപ്പോൾ എങ്ങനെയും അത് സംഭരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോവിഡിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളമെന്നും നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മന്ത്രി വ്യക്തമാക്കി. 3540 റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 840 കോടിയുടെ പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരണാനുമതി നൽകിയതായി മന്ത്രി MB രാജേഷ്. മെയ് 31-നകം എല്ലാ റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് പേരൂർക്കട ഫാക്ടറി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നാളെ രാത്രി 7-ന് മാനവീയം വീഥിയിൽ തെരുവ് നാടകം സംഘടിപ്പിക്കും. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അപകടങ്ങൾ, സുരക്ഷിത റോഡ് സമ്പ്രദായങ്ങൾ എന്നിവ പ്രതിപാദ്യ വിഷയമാകുന്ന നാടകം കേരള സർക്കാരിന്റെ വിമുക്തി, സിറ്റിസൺ സെന്റിനൽ ആപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 2 സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി ഒരാഴ്ചയ്ക്കകം ഉത്തരവിറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. തിരുനാവായ നാവാമുകുന്ദ സ്കൂളിന്റെയും കോതമംഗലം മാർബേസിൽ സ്കൂളിന്റെയും വിലക്കാണ് നീക്കാൻ തീരുമാനമായത്. മുനമ്പം ഭൂപ്രശ്നം സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ സിറ്റിംഗ് പൂർത്തിയായി. വിഷയവുമായി ബന്ധപ്പെട്ട പരാതികളും അഭിപ്രായങ്ങളും കമ്മീഷന് നേരിട്ട് സമർപ്പിക്കാൻ ജനുവരി 30 വരെ അവസരമുണ്ടായിരിക്കും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ PG ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. 97,55,00,000 രൂപ ചെലവഴിച്ച് 4 നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം PS ജീന കേരളത്തിനായി പതാകയേന്തും. 550 അംഗ സംഘമാണ് 29 ഇനങ്ങളിലായി സംസ്ഥാനത്തു നിന്നും ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ആദ്യ സംഘം ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗം പുറപ്പെട്ടു. ഈ മാസം 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിലാണ് ദേശീയ ഗെയിംസ് നടക്കുക. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ മധ്യപ്രദേശിനെതിരെ കേരളം ശക്തമായ നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ മധ്യപ്രദേശ് 160 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം ഇന്ന് കളി അവസാനിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 54 റൺസ് എടുത്തിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ജംഷഡ്പൂർ FC മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ജംഷഡ്പൂർ 1-നെതിരെ 2 ഗോളുകൾക്ക് മുന്നിലാണ്. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. ശുക്രൻ, ശനി, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അണിനിരക്കുന്ന പ്ലാനറ്റ് പരേഡ് ടെലിസ്കോപ്പ് വഴി നിരീക്ഷിക്കാൻ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ആൻഡ് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ അവസരമൊരുക്കുന്നു. ഈ മാസം 25, 26 തീയതികളിൽ വൈകിട്ട് 6:30 മുതൽ രാത്രി 8 വരെയാണ് ഇതിനായി സൌകര്യമൊരുക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.